കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് മണ്ടാല ഗ്രിഡ് വരയ്ക്കുക എന്നുള്ളതാണ് അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഈസി ആയിട്ടുള്ള മണ്ടാല പാറ്റേൺസും ആ പാറ്റേൺസ് ഉപയോഗിച്ച് എങ്ങനെയാണ് മണ്ടാല ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുമാണ്. ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മണ്ടാല ആർട്ടിന് വേണ്ടി മണ്ടാല ഗ്രിഡ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് ആ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ കൂടി കാണണം. എന്നാലേ നിങ്ങൾക്ക് ഒരു കംപ്ലീഷനിൽ എങ്ങനെയാണ് ഒരു മണ്ടാല ആർട്ട് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കാൻ പറ്റും. കുറച്ച് ഈസി മണ്ടാല പാറ്റേൺസും മണ്ടാല ആർട്ടും എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. മണ്ടാല ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ ആർട്ടിസ്റ്റ് പെൻസ് യൂസ് ചെയ്യാം, CD മാർക്കേഴ്സ് യൂസ് ചെയ്യാം. ഇനി അതല്ല ഒരു നോർമൽ ബ്ലാക്ക് ജെൽ പെൻ ആണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതായാലും മതി. ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന മണ്ടാല ഏതൊരു ബിഗിനറിനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പാറ്റേൺസ് ഉള്ള ഒരു മണ്ടാലയാണ്. ഗ്രിഡിൻ്റെ മുകളിലൂടെ പാറ്റേൺസ് സിമെട്രിക്കായി കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നതാണ് മണ്ടാല ആർട്ടിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഒരു പെറ്റൽ ഷേപ്പാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ പെറ്റൽസും ഈക്വലി സ്പേസ്ഡായി ഈക്വൽ മെഷർമെൻറ്റ്സിൽ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. കോമ്പസ് യൂസ് ചെയ്ത് വേണമെങ്കിൽ ഈ സർക്കിൾസ് വരയ്ക്കാം, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായി വരയ്ക്കാം. കോമ്പസ് യൂസ് ചെയ്യുന്നതാണ് കോൺഫിഡൻസ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മണ്ടാല ആർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അധികം നോയ്സി അല്ലാത്തൊരു എൻവയൺമെൻറ്റിലിരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൂതിങ് ആയ മൈൻഡ് റിലാക്സ് ചെയ്യുന്ന കേൾക്കാൻ താല്പര്യമുള്ള ഒരു മ്യൂസിക് ഇട്ട് കുറച്ച് സമയം അതൊരു കുറച്ച് മീ ടൈമായി മറ്റ് ഇൻ്റർഫിയറൻസസ് ഒന്നും ഇല്ലാതെ മണ്ടാല ആർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു ഡേയിലത്തെ എല്ലാ സ്ട്രെസ്സും റിലീവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനത്തെ മണ്ടാല ആർട്ടാണോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹം അതിനനുസരിച്ച് നിങ്ങളുടെ ഗ്രിഡ് വരയ്ക്കാം. മണ്ടാല ആർട്ടിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ നിങ്ങൾക്കിത് ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ബിസിയായ ഒരു സ്കെഡ്യൂളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഒരു ദിവസം ചെയ്താൽ മതി. സോ ദാറ്റ് യു ക്യാൻ യൂസ് ദിസ് ആസ് എ സ്ട്രെസ് റിലീവർ. ആൻഡ് ഇതിൻ്റെ കംപ്ലീഷനെ കുറിച്ച് നിങ്ങൾക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്കെച്ച് ബുക്ക് എടുത്ത്, ഒരു സ്കെച്ച് പാഡ് എടുത്ത് അതിൽ നിങ്ങൾക്കൊരു മണ്ടാല ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചിലവഴിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അത് മതി. അത്രയും സമയം നിങ്ങൾക്കൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ മണ്ടാല ആർട്ട് ക്രിയേറ്റ് ചെയ്യാം.
മണ്ഡല ആർട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും അല്ലാന്ന് ഇപ്പം മനസ്സിലായില്ലേ എല്ലാവർക്കും? ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയ പാറ്റേൺസ് അല്ല. കോംപ്ലിക്കേറ്റഡ് ആയ പാറ്റേൺസിൽ വളരെ ഇൻട്രിക്കേറ്റ് ആയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമുക്ക് മണ്ഡല ആർട്ട് ചെയ്യാൻ പറ്റും. അതിന് ഭംഗി കൂടും. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു ബിഗിനർ, അത് ഏത് ഏജ് റേഞ്ചിലുള്ള ഒരാളാണെങ്കിലും ഒരു ബിഗിനറിന് ഈസി ആയിട്ട് എങ്ങനെയാണ് മണ്ഡല ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മണ്ഡല ആർട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.